അമേരിക്ക ഇറാനെ ആക്രമിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ തന്നെയാണ്. കാരണം ഇതിൽ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ആക്രമിക്കാൻ പോകുന്നത്. ആക്രമണം ഏൽക്കുന്നത് ഇറാനാണ്. പക്ഷേ ഇറാൻ തിരിച്ചാക്രമിക്കാൻ പോകുന്നത് അമേരിക്കയെയോ ഇസ്രായേലിനോ ആയിരിക്കില്ല. ഇറാൻ തിരിച്ചാക്രമിക്കാൻ പോകുന്നത് ഒന്ന് ഹോർമുസ് കടലിടുക്കിലാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ ഗൾഫ് റീജിയൻ ആണ്. മുഴുവൻ ഗൾഫ് രാജ്യങ്ങളുടെയും ശ്വാസനാളമാണ് ഹോർമുസ് കടലിടുക്കുന്നത്. അത് അടയുന്നതോടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ ഒഴുക്ക്, പുറത്തേക്കുള്ള ഓയിൽ ഒഴുക്ക്, ഓയിൽ കച്ചവടം, ലോകത്തിലെ 20% ഓയിൽ കച്ചവടം നിൽക്കും. അപ്പോൾ അത് അവരെ കൊണ്ട് സാധിക്കും. അത് കാരണം ഇറാന്റെ അത്രയും തൊട്ടടുത്ത തീരമാണ്. ഹോർമുസ് കടലിടുക്കിന് ആകെ 35 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. എത്ര കഠിനമായ യുദ്ധം ഇറാന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും നിമിഷ നേരം കൊണ്ട് ആ ഹോർമുസ് കടലിടുക്ക് മുഴുവൻ മൈൻ ചെയ്യാനുള്ള സംവിധാനം ഇറാൻ ഉണ്ടാവും. അവരത് മുഴുവൻ മൈൻ ചെയ്യും. മൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ്ലെസ് ആണ്. പിന്നെ അതിൽ നിങ്ങൾക്ക് കപ്പൽ ഓടിക്കാനാവില്ല. കാരണം എവിടെയാണ് മൈൻ കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മൈൻ ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഏതെങ്കിലും കപ്പൽ അതിൽ തട്ടിക്കഴിഞ്ഞാൽ അത് അതിശക്തമായി എക്സ്പ്ലോഡ് ചെയ്ത് ആ കപ്പലിനെ നശിപ്പിച്ചു കളയും, മുക്കിക്കളയും. അപ്പോൾ പിന്നീട് ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത്തെ ഭീഷണി. രണ്ടാമത്തെ ഭീഷണി, അവർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ തിരിച്ചാക്രമിക്കാൻ പോകുന്നു. ഈ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ആ കടലിൻ്റെ ഏകദേശം 1000 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ആ കടലിടുക്കിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇറാന്റെ കയ്യിലാണ്. അതിൻ്റെ കിഴക്കൻ തീരം മുഴുവൻ ഇറാന്റെ ഭാഗത്താണ്. അതിൻ്റെ വടക്കൻ പടിഞ്ഞാറൻ തീരത്താണ് ഇറാഖ് മുതൽ കുവൈറ്റ് ഈ രാജ്യങ്ങളെല്ലാമുള്ള ഈ പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഔട്ട്ലെറ്റുകൾ കിടക്കുന്നത്. ഇറാഖിന് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുവൈറ്റും സൗദി അറേബ്യയും ബഹ്റൈനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒക്കെ ഈ പേർഷ്യൻ ഗൾഫിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ എല്ലാം തന്നെ തങ്ങളുടെ മറുഭാഗത്തുള്ള അതിർത്തിയിൽ നിന്ന് മിസൈൽ വർഷങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കും. ആക്രമിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അത് സിവിലിയൻ അസറ്റ്സിന്റെ മേലെയാണോ മിലിറ്ററി അസറ്റ്സിന്റെ മേലെയാണോ എന്ന് അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അതൊരു സൂയിസൈഡൽ അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത് മിലിറ്ററി അസറ്റുകളെ മാത്രമേ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയുള്ളൂ എന്നുള്ള യാതൊരു മര്യാദയും അവർ കാണിക്കാൻ സാധ്യതയില്ല. ആക്രമിക്കുമ്പോൾ അവർ ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദുബായ് നഗരമടക്കമുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എണ്ണക്കിണറുകൾ, റിഫൈനറികൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അവരെ ലക്ഷ്യം വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്.